ഓക്കെ, ഇതാണ് നമ്മുടെ പിനോയ് പബ്ലിയുടെ അഡ്മിൻ സൈഡ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നമ്മൾ കാറ്റഗറിയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് വെബ്സൈറ്റ് പ്രൊഡക്റ്റ് അപ്ലോഡിങ്ങിന് മുന്നേ നമുക്ക് ഓരോ പ്രൊഡക്ട്സിൻ്റെയും കാറ്റഗറിയാണ്, സബ് കാറ്റഗറിയും ക്രിയേറ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡിലേക്ക് പോവുക. എന്നിട്ട് കാറ്റഗറി മാനേജ്മെൻറ്റ് എന്ന സംഭവമുണ്ട്, കാറ്റഗറി മാനേജ്മെൻറ്റ്. ഓക്കെ, ഇവിടെ പോയിട്ട് നമ്മളൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇവിടെ ആഡ് കാറ്റഗറി എന്ന് ഒരു ബട്ടൺ ഉണ്ടല്ലോ, ആഡ് കാറ്റഗറിയിൽ പോവാം. ഓക്കെ, ആഡ് കാറ്റഗറിയിൽ പോയിട്ട് നമ്മളിപ്പം ക്യാൻഡ് ഗുഡ്സ് ആണ് നമ്മളിപ്പോൾ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുന്ന എന്ന ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ക്യാൻഡ്സ് ഗുഡ് കൊടുത്തു. അതിനുശേഷം നമ്മളിപ്പം കാറ്റഗറിയുടെ പ്രയോറിറ്റി ഹൈ ആണോ ലോ ആണോ. ഹൈ കൊടുക്കുമ്പോൾ നമ്മൾ ഏത് സാധനവും മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്, അതായത് കാറ്റഗറിയുടെ ഫസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഹൈ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഇപ്പോൾ ക്യാൻഡ് ഫുഡ്സിൻ്റെ എന്തെങ്കിലും ഒരു ഇമേജ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ക്യാൻഡ് ഗുഡ്സിൻ്റെ ഫോട്ടോ ജസ്റ്റ് കൊടുത്തു. ഓക്കെ, ഞാൻ എന്നിട്ട് ജസ്റ്റ് സേവ് കൊടുത്തു. ഓക്കെ, ഇവിടെ ഒരു ഫോട്ടോസ് ഉണ്ട്, ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തു, 2 ഫോട്ടോ കൊടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് സേവ് കൊടുത്തു. ഓക്കെ, നമുക്കിപ്പോൾ കാറ്റഗറി ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ക്യാൻഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ക്രിയേറ്റ് ആയി. 2 ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ, അത് മറന്നുപോലെ. ഒന്നുകൂടെ കാണിച്ചു തരാം. ആഡ് കാറ്റഗറി പോവാം, കാറ്റഗറി നെയിം കൊടുക്കുക. അതായത് ബിവറേജ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി കൊടുത്തു. ഓക്കെ, അതിൽ ഞാനൊരു ഫോട്ടോ ജസ്റ്റ് സെലക്ട് ചെയ്യാണ്. ഇത് 500 to 500 ഇൻറ്റു കൊടുത്താൽ മതി കേട്ടോ. ഇത് ഇവിടെ കൊടുക്കുന്ന സൈസ്. ജസ്റ്റ് ഈ കാറ്റഗറി ഒരു ഇമേജും കൂടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ ഹൈ കൊടുത്തു, സേവ് കൊടുത്തു. ഓക്കെ, കാറ്റഗറിയുടെ നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. മെയിൻ കാറ്റഗറി ഏതാണോ ആ കാറ്റഗറിയുടെ നെയിം. ഓക്കെ, ഞാൻ സേവ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ 2 കാറ്റഗറി നമുക്ക് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സബ് കാറ്റഗറീസ് ആണ്. ഓക്കെ, ഇപ്പോൾ ക്യാൻഡ് ഗുഡ്സിൻ്റെയും ബിവറേജിൻ്റെയും ഇപ്പോൾ സബ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ പോകേണ്ടത്, ഇപ്പോൾ നമ്മളിപ്പോൾ കാറ്റഗറി മാനേജ്മെൻ്റ് ആണ് അടുത്ത താഴേക്ക് പോരുമ്പം സബ് കാറ്റഗറി എന്നൊരു ബട്ടൺ കിടക്കുന്നുണ്ട്. ഓക്കെ, സബ് കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ സബ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ മേലെയായിട്ട് ആഡ് സബ് കാറ്റഗറി എന്നൊരു ബട്ടൺ കിടക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ സബ് കാറ്റഗറി നെയിം കൊടുക്കുക. ഇപ്പോൾ ഞാൻ ആദ്യം ക്യാൻഡ് ഗുഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സബ് കാറ്റഗറി ആയിട്ട് ഞാൻ ടൂണ കൊടുക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഇമേജും സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനകത്ത് സെലക്ട് കാറ്റഗറി കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പം ഏതാണോ മെയിൻ കാറ്റഗറി, ഏതിൻ്റെ അണ്ടറിലാണോ ടൂണ വരേണ്ടത്, അതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് വരേണ്ടത് ക്യാൻഡ് ഗുഡ്സിൻ്റെ അണ്ടറിലാണ് ടൂണ വരേണ്ടത്. ഓക്കെ, ഞാൻ ക്യാൻഡ് ഗുഡ്സ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ സേവ് കൊടുത്തു. ഓക്കെ, ഇപ്പം ക്യാൻഡ് ഗുഡ്സിൻ്റെ മെയിൻ കാറ്റഗറിയുടെ സബ് കാറ്റഗറി ആയിട്ട് ടൂണ വന്നു. ഓക്കെ, ഞാൻ ഒന്നും കൂടെ കൊടുക്കുകയാണ്, ഒരു സബ് കാറ്റഗറി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഒരു കാറ്റഗറി നെയിം ഞാൻ ബിവറേജ് ആണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ വാട്ടർ കൊടുത്തു. അതിന് വേണ്ടിയിട്ടൊരു ഫോട്ടോയും സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റെ സബ് കാറ്റഗറി സെലക്ട് ചെയ്യാൻ പോവാം, മെയിൻ കാറ്റഗറി. അപ്പോൾ അതിന് ഞാൻ ബിവറേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിത് സേവ് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ 2 സബ് കാറ്റഗറീസ് ആയി. അതായത് ബിവറേജസിനും ക്യാൻഡ് ഗുഡ്സിനും. ബിവറേജസിന് വേണ്ടിയിട്ട് ഞാൻ വാട്ടർ സബ് കാറ്റഗറി കൊടുത്തു, ക്യാൻഡ് ഗുഡ്സിന് വേണ്ടിയിട്ട് ഞാൻ ടൂണയും കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് സബ് കാറ്റഗറി 2 ക്രിയേറ്റ് ആയി, 2 മെയിൻ കാറ്റഗറിയും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പം മെയിൻ 2 കാറ്റഗറി, മറ്റേത് 2 സബ് കാറ്റഗറീസും. ഓക്കെ, വാട്ടറും ടൂണയും. ഇനി എന്ന് വെച്ചാൽ ഇനിയാണ് പ്രൊഡക്റ്റ് അപ്ലോഡിങ്ങിലേക്ക് പോകേണ്ടത്. പ്രൊഡക്റ്റ് മാനേജ്മെൻ്റ് ആണ്. അതായത് മേലെയായിട്ട് പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് എന്നൊരു ബട്ടൺ കിടക്കുന്നുണ്ട്, അതിൽ പോവാം. ഓക്കെ, പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റിൽ ഞാൻ അടുത്ത പ്രൊഡക്റ്റ് അപ്ലോഡിംഗ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ആഡ് പ്രൊഡക്റ്റ് കൊടുക്കുക. ആദ്യം നമ്മൾ പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുക്കുക. ഇപ്പം ഞാനിപ്പം സെഞ്ചുറി ടൂണ ഫ്ലാഗ് അഡോബോ കൊടുത്തു. അതിൻ്റെ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് ഞാൻ കൊടുക്കുകയാണ്. ഇപ്പം 475 ഫിൽസാണ് ഞാൻ ഇതിൻ്റെ പ്രൈസ് കൊടുക്കുന്നത്. പിന്നെ നമ്മളിത് പർച്ചേസ് ചെയ്ത എമൗണ്ട്, നമ്മളിപ്പം 260 ഇത് പർച്ചേസ് ചെയ്തതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് വിട്ടേക്കുക, പ്രൊഡക്റ്റ് ഡിസ്കൗണ്ട്. ഇപ്പം നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ല, അതുകൊണ്ട് അത് വിടുക. പിന്നെ ഇതിൻ്റെ സൈസ് കൊടുക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ സൈസ് 155 ഗ്രാമാണെന്നുള്ള കൊടുത്തു. ഇതിപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന കിലോ ആണെങ്കിൽ 1 കിലോ അല്ലെങ്കിൽ 2 കിലോ, kg കൊടുത്താൽ മതി. ഗ്രാം ആണെങ്കിൽ ഗ്രാം കൊടുത്താൽ മതി, ലിറ്റർ ആണെങ്കിൽ L കൊടുത്താൽ മതി. അത് അറിയാമല്ലോ, അത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കലാണ്.
നമ്മൾ ഓൾറെഡി കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ കാറ്റഗറി സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സെഞ്ചുറി ടൂണ എന്ന് പറഞ്ഞാൽ ക്യാൻഡ് ഗുഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ക്യാൻഡ് ഗുഡ്സ് സെലക്ട് ചെയ്തു. ഇനി നമുക്കിത് ടൂണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാറ്റഗറിയിലേക്ക് ഇത് പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ടൂണ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ അവൈലബിലിറ്റി, അടുത്ത അവൈലബിലിറ്റി ആണ്. ഇതിപ്പോൾ ഇൻ സ്റ്റോക്ക് ആണോ ഔട്ട് സ്റ്റോക്ക് ആണോ എന്നുള്ളത്. നമ്മളിപ്പോൾ ഈ സാധനം ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ട് സ്റ്റോക്കിലേക്ക് പോകും. ഇതിപ്പോൾ നമ്മൾ ഇൻ സ്റ്റോക്ക് കൊടുക്കുകയാണ്. പ്രയോറിറ്റി ഹൈ ഡിസ്പ്ലേ ഇൻ ഹോം കൊടുത്തു. പിന്നുള്ളതെന്ന് വെച്ചാൽ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഓക്കെ, നമുക്ക് വേണം ബ്രാൻഡൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ബ്രാൻഡ് ഇപ്പോൾ തൽക്കാലം നമ്മൾ ചെയ്തിട്ടില്ല. ബ്രാൻഡൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടത്. ബ്രാൻഡ് എന്ന് വെച്ചാൽ ഇവിടെ ബ്രാൻഡ് കൊടുക്കാൻ ബ്രാൻഡ് മാനേജ്മെൻറ്റ് എന്ന സംവിധാനമുണ്ട്. അതിൽ നമ്മൾ ബ്രാൻഡിൻ്റെ പേര് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ തൽക്കാലം ബ്രാൻഡ് ഇപ്പോൾ ഇടുന്നില്ല. അതുകൊണ്ട് അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ സെഞ്ചുറി ടൂണ ഫ്ലാഗ്സ് ആവട്ടോ. അപ്പോൾ അത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കിട്ടും. അത് വേണമെങ്കിൽ കൊടുക്കുക, ഇല്ലേ കൊടുക്കണ്ട. അടുത്തായിട്ട് ബാർകോഡാണ്. ആ പ്രൊഡക്റ്റിൻ്റെ ബാർകോഡ് ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റിൻ്റെ റേറ്റിംഗ്, അതൊരു 5. എല്ലാ പ്രൊഡക്റ്റിനും നിങ്ങൾ 5 തന്നെ കൊടുത്തു. റേറ്റിംഗ് ആണ്, സ്റ്റാറൊക്കെ വരും. നമ്മൾ ഈ ചില പ്രൊഡക്റ്റിൻ്റെ റേറ്റിംഗ് കൊടുത്തില്ല, അത് നമ്മൾ തന്നെ ഇടുന്ന റേറ്റിംഗ് ആണ്. അത് നമ്മുടെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും ഞാൻ ഫില്ല് ചെയ്തു. അതായത് പ്രൊഡക്റ്റ് നെയിം കൊടുത്തു, ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തു, അതിൻ്റെ പ്രൈസ് കൊടുത്തു, അതിൻ്റെ പർച്ചേസ് റേറ്റ്, നമ്മൾ വാങ്ങിക്കുന്ന റേറ്റ്, സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരുന്നതാണ്. ഓക്കെ, അത് നമ്മളിവിടെ MRPയിൽ കൊടുക്കുമ്പം സെല്ലിംഗ് പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് ഫിൽ ആവും. പിന്നെ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ യൂണിറ്റ് കൊടുത്തു, ഗ്രാം കൊടുത്തു, പിന്നെ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുത്തു, ക്യാൻഡ് ഗുഡ്സ് കൊടുത്തു, അതിൻ്റെ താഴെ സെറ്റ് കൂടാം, സബ് കാറ്റഗറി കൊടുത്തു, അവൈലബിലിറ്റി കൊടുത്തു, പ്രയോറിറ്റി ഹൈ കൊടുത്തു, പിന്നെ ബാർകോഡ് കൊടുത്തു, പിന്നെ റേറ്റിംഗ് കൊടുത്തു. ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സേവ് കൊടുത്താൽ മതി. ഓക്കെ, ഈ പ്രൊഡക്റ്റ് നമുക്ക് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾ കാറ്റഗറിയും സബ് കാറ്റഗറിയും ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് തുടങ്ങിക്കോ. അപ്പോൾ ഏതായാലും സബ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മളെല്ലാം കൂടെ വലിച്ചു വരി ഇട്ടാൽ നമ്മൾ ആപ്പിൽ നമുക്കത് പ്രോപ്പറായിട്ട് കാണില്ല. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾ കാറ്റഗറി, മെയിൻ കാറ്റഗറിയും അതിൻ്റെ ഒരു സബ് കാറ്റഗറിയും ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഏതെങ്കിലും സിന്ധിബാദോ അല്ലെങ്കിൽ പിനോയ് ഹൈപ്പറോ എന്തെങ്കിലുമൊക്കെ സൈറ്റിൽ നോക്കിയിട്ട് സംശയമുള്ളത് നോക്കിയിട്ട് കാറ്റഗറിയും സബ് കാറ്റഗറിയും ക്രിയേറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കുക, ഞാൻ പറഞ്ഞുതരാം.